അല്ല മോനെ കൊറേ നേരല്ലേ വണ്ടി ഒന്നും കാണുന്നില്ലല്ലോ. ഒരു വണ്ടിയാ വരുന്നേ. ഓക്കെ 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 നമുക്ക് ചെമ്മാട് വരെ കൊണ്ടുപോയി. മോനെ എന്റെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് അസ്കറാണാക്കാ. നല്ല പേരാണല്ലോ. എത്ര പഠിച്ചിട്ടുണ്ട്? ഞാൻ SLC വരെ പഠിച്ചിക്കണേ. ശേഷം നല്ല വിദ്യാഭ്യാസമായല്ലോ. കുഴപ്പമില്ലാതെ ഈ ഹൈവേ കൂടിയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ ഓടിക്കേണ്ടത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ജോലിയിലേ നല്ല ആത്മാർത്ഥമുള്ള ആളാണ്. അത് മാത്രല്ല നിങ്ങൾക്ക് ഇതുകൊണ്ട് എല്ലാ ഗുണങ്ങളും കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. എല്ലാം തെറ്റല്ല. പിന്നെ മോന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ. മോന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ തന്നെ നടക്കും. തീർച്ചയായിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ ഇതായിട്ട് തന്നെയാണ്. എന്നാ മോനെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. വളരെ സന്തോഷം. എത്ര റുപ്യായി? 200 വെച്ചോട്ടാ. ആയിക്കോട്ടെ. നല്ലൊരു സവാരി കൊറേ കാലത്തിന് ശേഷം കിട്ടി. നല്ലൊരു മനുഷ്യൻ. നമ്മളെ കൊണ്ടും എല്ലാം സാധിക്കും. ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കണ്ടുമുട്ടേ. എവിടക്ക പോണേ? ഞാനേ പിന്നെ എന്താ എന്റെ വിശേഷങ്ങളൊക്കെ മീറ? നിങ്ങൾക്ക് അറിയില്ല പെരിയിലെ അവസ്ഥ. സാമ്പത്തികം വളരെ ഒക്കെ ശരിയാവും. സാമ്പത്തിക പ്രശ്നങ്ങളും വീട്ടു പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അതൊക്കെ ശരിയാവുമല്ലോ. എനക്കാണെങ്കിൽ അതിനൊക്കെയുള്ള ടാലന്റ് ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് അതിന്റെ രീതിയിൽ ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് എനിക്കുണ്ടടാ. എല്ലാം ശരിയാവും. 100% ശരിയാവും. നല്ല ടാലന്റ് ആളാണ്. ഞങ്ങൾ പോട്ടെന്നാല്. ആയിക്കോട്ടെ. മൂപ്പര് പറഞ്ഞ മാതിരി ഇന്റെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് തന്നെ കഴിയല്ല. അതിങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാൻ തന്നെ പരിഹരിക്കും. പരിപാടി നടക്കുന്നില്ലേ? അല്ല പരിപാടി എന്ത് പറ്റി? അതൊന്നും ഇപ്പൊ പറയാതിരിക്കപ്പോ നല്ലത്. എന്ത് പറ്റി? ബിസിനസ് ആണെങ്കിൽ തീരെ നടക്കണില്ല. വളരെ മോശമാണ്. പിന്നീടുന്നുണ്ടെങ്കിലോ ഇന്ന് 2 പണിക്കാര് ലീവും. ഇതൊക്കെ പാടെ ആലോചിച്ചുകാണ്ട് ടെൻഷനായി ഇപ്പൊ ഇങ്ങനെ. ശരിയാ. അതൊക്കെ പോട്ടെ. നിങ്ങൾ കൂടുന്ന വരുന്നത്? ഞാൻ എന്റെ ഏളാപ്പടെ പോയി. ഞാനും മോനും കൂടി. നിസാമേ, ഇതുപോലത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഭാഗ്യാണ്. നിനക്കെന്ന് പറഞ്ഞാല് അതിനുള്ള കഴിവുണ്ട്. പണിക്കാര് ലീവ് ഇടുന്ന പണിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പണിക്കാരെ വെക്കണം. എന്നിട്ട് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല അറിവുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരാളാണ് നീ. മനസ്സിലാകുന്നുണ്ടാ? മാത്രല്ല നല്ല പണിക്കാരെ വെച്ചുകാണ്ട് ഓരോ സൈറ്റുകളിലും പോയിട്ട് എവിടേക്കാണ് ഇത് വെക്കേണ്ടതെന്നൊക്കെ അന്വേഷിച്ചിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കണം. ഇന്ന് മരത്തിന് പകരം നിങ്ങൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണ്ടേ? അപ്പൊ എനിക്ക് ഈ ബിസിനസ് വളരെ ഗംഭീരമായി ചെയ്യാനും അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സിൽ നിന്നും ഒരുപാട് മൂല്യങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. മനസ്സിലാകുന്നുണ്ടാ? അപ്പൊ നീ അത് ചെയ്യേ. ഇത് മതി നിനക്ക്. നിന്റെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി നാളെ മുതൽ വന്ന് നോക്ക്. അതിന്റെ ഗുണം നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. എന്നാ നിസാമേ, ഞാൻ പോട്ടെന്നാല്. ഹലോബേ, ഞാൻ പോയിട്ടാ. ഓക്കെ. സമ്മതമൊക്കെ പറഞ്ഞ മാതിരി ഞാൻ ഇതിന് വെറുതെ ടെൻഷനാണ്. എനിക്ക് ഈ പണിയൊക്കെ അറിയണതല്ലേ. നാളെ മുതലേ അവിടെ ഉഷാറാക്കണം. ഇപ്പൊ അഞ്ഞ നമ്മളേ എളാമാന്റെ പേരുണ്ട്, അവിടെ പോയിക്കാണ്ട് വരട്ടാ. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇപ്പൊ നിങ്ങൾ അറിയുന്നവരോടൊക്കെ അവരെ ഉത്സാഹപ്പെടുത്തി കണ്ട് സംസാരിക്കണം എന്തുകൊണ്ടാ? അതിനൊരു കാരണമുണ്ട് മോനെ. ഞാനേ ഇന്നെക്കാട്ടി മുതിർന്ന ഒരാളുണ്ടായിരുന്നു എന്റെ സ്നേഹിതൻ. പക്ഷെ നല്ല സാമ്പത്തികവും നല്ല കഴിവും നല്ല സമ്പാദ്യമുള്ള ആളായിരുന്നു. ഒരു സുപ്രഭാതത്തില് അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ബിസിനസ്സിൽ പൊളിഞ്ഞു. അതോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരും എല്ലാവരും അയാളെ ഒറ്റപ്പെടുത്തി. അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനും തന്നെ ആ സമയത്ത് ഒരു ബിസിയുള്ള ഒരാളായിരുന്നു. ഞാനൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ എന്നോട് എന്തോ ഒന്ന് പറയാൻ വേണ്ടി ആ സാധു വന്നിരുന്നു. പക്ഷേ എന്റെ തിരക്ക് കാരണം ഞാൻ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതിന്റെ ശേഷം പിറ്റേന്ന് രാവിലെ ഞാൻ അറിഞ്ഞത് അയാള് ആത്മഹത്യ ചെയ്ത് മരിച്ചു എന്നാ. ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് 2 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ മാനസിക സംഘർഷം ഒഴിവാക്കണമെങ്കിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരുന്നേനെന്ന് എനിക്ക് തോന്നുക. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഉത്സാഹപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊരു ദുനിയാവാണ്, സ്വർഗമല്ലല്ലോ. ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടപ്പാടൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ പരിഹാരമില്ലാത്തൊരു പ്രശ്നം ഭൂമിയിലില്ല എന്ന് അവനോട് ഞാൻ പറയാൻ മറന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ മോനെ, നമ്മളെ എല്ലാവരും നമ്മളോടൊന്ന് ആരെങ്കിലും പുഞ്ചിരിക്കോ നമ്മളാരെങ്കിലും ഒന്ന് കേൾക്കുവോ എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പുഞ്ചിരി നമുക്ക് സുന്നത്താക്കാനും കാരണം അതാണ്. നീയും അങ്ങനെയൊക്കെ തന്നെ പെരുമാറണം മോനെ. വാ പോവാ.